ധനുഷ് നായകനായ കുബേര എന്ന ചിത്രം. കുബേര എന്ന ചിത്രം കാണാൻ പോയപ്പം അതിൻ്റെ സംവിധായകൻ ശേഖർ കമൂല എന്ന് പറയുന്ന ദേശീയ അവാർഡൊക്കെ നേടിയ വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളിയുടെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ഒരു തമിഴ് ചിത്രങ്ങളൊക്കെ കാണാൻ പോകുമ്പോഴത്തേന് അടി വെട്ട കുത്ത ഇടി ആ രീതിയിലുള്ള ക്ലൈമാക്സിലേക്ക് എത്തുമ്പം ഒരു പെട്ടെന്നൊരു അനാത്മകമായി പൊട്ടിത്തീരുന്ന ഒരു ചിത്രമാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു തമിഴ് ചിത്രം കാണാൻ പോയി എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. വലിയ ഹൈപ്പിൽ തോന്നി. ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഈ ചിത്രം തുടങ്ങുന്നത്. പക്ഷേ ഫ്ലോയിൽ തന്നെയാണ് ചിത്രം പോകുന്നത്. പക്ഷേ അത് ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും മികച്ച രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഈ ധനുഷ്, അതുപോലെ നാഗാർജുന, രശ്മിക മന്ദാന, ഇവരൊക്കെ തന്നെ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുമ്പോൾ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളുടെ ഓരോ ലെവൽ കഥാപാത്രങ്ങളായിരിക്കും എന്ന് നമ്മുടെ മനസ്സിലൊരു ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ മനസ്സിൽ കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ മനസ്സിനനുസരിച്ചല്ല ഇതിലെ കഥാപാത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. നമ്മളുടെ മനസ്സിന് അതീതമായി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് കഥാപാത്രങ്ങൾ മാറുമ്പോഴാണ് ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് അല്ലേ. ആ രീതിയിൽ തന്നെ ഒരു കഥ പറഞ്ഞേക്കുന്ന രീതി തന്നെയാണ്. ഒരു മികച്ച മേക്കിംഗ് ആണ് ചിത്രം നമുക്ക് തരുന്നത്. അതുപോലെ ധനുഷ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ധനുഷ് എന്ന് പറയുന്ന നടനല്ല തമിഴ് ഏതെങ്കിലും ഒരു നടനെ ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക പടങ്ങളെല്ലാം ഏതെങ്കിലും രീതി വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ച് കാണുന്നുണ്ട്. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പം വ്യത്യസ്തമായ അഭിനയമാണ് ധനുഷ് ഈ ചിത്രത്തിന് പുലർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. അതുപോലെ നാഗാർജുനയെ പോലെയുള്ളൊരു സൂപ്പർ നടൻ വരുമ്പം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തോങ്ങലും ഒക്കെ വെച്ച് ഒരടിയിടി വെട്ടകുത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു ഇമേജിൻ്റെ പരിവേഷമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഒരു ബിംബമായി ഉയർത്തിക്കൊണ്ടുവരാനാണ്. അതൊന്നും ഈ ചിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നാഗാർജുനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മൾ എടുത്തു പറയണം. എനിക്ക് സ്വാഭാവികമായിട്ട് ഈ തമിഴ് തെലുങ്ക് നടന്മാരുടെയൊക്കെ അവരുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയായിരിക്കാം, അവരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം, അവരെ അഭിനയിക്കാൻ അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. ആ രീതിയിൽ എനിക്ക് നോക്കുമ്പം ഇതിനകത്ത് നാഗാർജുനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാഗാർജുന ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലാതെ നാഗാർജുനയെ നമ്മൾ കാണുന്ന രീതിയിലുള്ള നാഗാർജുനയായിട്ടല്ല ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ കഥാപാത്രത്തിന് വേണ്ടിയുള്ള നാഗാർജുനയെ ഇതിനകത്ത് അവതരിപ്പിച്ച. അതുപോലെ രശ്മിക മന്ദാന എന്ന് പറയുന്ന നടിയും അവരുടെ പല സിനിമകളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതെങ്കിലുമൊക്കെ സിനിമയ്ക്ക് എന്താ പറയുന്നത്, നായിക വേണമല്ലോ, നായികയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയത്. ഇത് പക്ഷേ കഥാപാത്രത്തിന് വേണ്ടി അവരെ പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളത് സംവിധാനം അഭിമാനിക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. ഇതൊരു ലൈറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന, പക്ഷേ ക്ലൈമാക്സ് അല്പം കൂടെ നന്നാക്കാമായിരുന്നു എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്നാലും ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഒരു തമിഴ് ചിത്രം കാണാൻ പോകുമ്പോഴേ പൊതുവെ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട് ഒരു തമിഴ് ചിത്രത്തെ പറ്റി. അതുപോലെ കുബേര എന്ന് പറഞ്ഞ പേര്, ധനുഷ് നായകനാകുന്നു, ധനുഷിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്റ്റില്ലും ഒക്കെ പുറത്തു വന്നപ്പോൾ നമ്മളെന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയായിരിക്കും പോകുന്നത്. പക്ഷെ അതൊന്നും ഈ ചിത്രത്തിൽ നിന്ന് കിട്ടത്തില്ല എന്ന് തന്നെ. കാരണം ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളോ അതുപോലെ തന്നെ എന്താ പറയുക ബൂം ചുക്ക് ബൂം എന്ന് പറയുന്ന രീതിയിലുള്ള ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളോ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക കൈയടിപ്പിക്കുന്ന രംഗങ്ങളോ ഒന്നും ഈ ചിത്രത്തിന് അധികം കണ്ടെന്ന് വരില്ല. എന്നാലും എവിടേക്കോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഈ ചിത്രം പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. അപ്പം ധനുഷ് എന്ന് പറയുന്ന നായകനെ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. കാരണം മികച്ച രീതിയിലുള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ട് തന്നെ ധനുഷ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മളുമായിട്ട് കണക്റ്റ് ആവാനും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നാഗാർജുനയിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു നാഗാർജുന ചിത്രങ്ങളിൽ നിന്ന് അപൂർവമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു കഥാപാത്രത്തെ നാഗാർജുനയിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്.
അതും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ രശ്മിക മന്ദാനയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരാണ് പ്രധാനമായിട്ട് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഈ ചിത്രം 130 കോടി മുടക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ 130 കോടി കിട്ടുമോ എന്നില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു വിജയ ചിത്രം 130 കോടി ഇത് മുടക്കിയിട്ട് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 250 കോടിക്ക് മുകളിലെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഇതൊരു വലിയൊരു ലാഭമായി മാറും. പക്ഷേ എന്നാലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷനുമായിട്ട് നേടി ഇത് മുന്നേറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തമിഴിൽ നിന്നൊക്കെ ഇറങ്ങുന്നു എന്നറിയുമ്പം തന്നെ വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ചിത്രങ്ങളും വിജയിക്കട്ടെ അല്ലേ. ഒരു റെട്രോയോ അതുപോലെ റെട്രോയുടെയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ തഗ് ലൈഫിൻ്റെയൊക്കെ ഒന്നും ക്ഷീണം കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ ഒരു ചിത്രം തമിഴിൽ നിന്ന് വരുമ്പം എനിക്ക് തോന്നുന്നു തമിഴ് പ്രേക്ഷകർ ഇത് മനസ്സറിഞ്ഞ് സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് ഈ ചിത്രം നന്നായി കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ചിത്രം വലിയ ഹൈപ്പ് വാ എന്ന് പറയാനുള്ളതൊന്നുമില്ല. എന്നാലും ഈ ചിത്രം എനിക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു നല്ല ചിത്രം കണ്ട ഒരു പ്രതീതി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല രംഗങ്ങളും നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ചിത്രം 3 മണിക്കൂറിന് മുകളിലുണ്ടെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ലാഗ് അടിപ്പിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ചിത്രം പോയി കാണുക അല്ലേ, എല്ലാവരും ചിത്രം പോയി കാണുക. തമിഴ് ചിത്രം പക്ഷേ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രം തന്നെയാണ്. തമിഴിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴിൽ നിന്ന് ഇങ്ങനെ ഒരു ചിത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെ ഒരു ചിത്രം ശേഖർ കമൂലയുടെ ഒരു കയ്യൊപ്പ് ഈ ചിത്രത്തിൽ ചാർത്തിയിട്ടുണ്ട്. അപ്പം പല ടൈപ്പ് രീതിയിൽ നിന്നൊക്കെ തമിഴും ചിന്തിച്ചിരിക്കുന്നു. അതിനൊരു തുടക്കം തന്നെ ആയിരിക്കട്ടെ കുബേര എന്ന ചിത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവർക്കും ആർത്തിരുന്ന് കൈയടിക്കാൻ പറ്റിയോ, എന്താ പറയുന്നത്, നിറഞ്ഞാടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ വളരെ കുറവാണ് ചിത്രത്തിൽ. എന്നാലും ഈ ചിത്രം നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും ചിത്രം പോയി കാണുക. ചിത്രം പോയി കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും ചിത്രം പോയി കാണുക. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ചിത്രം കണക്റ്റ് ആവണമെന്നില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ പലരും പറയാൻ ഈ ചിത്രം വളരെ മോശം അഭിപ്രായം പറയുന്നവർ കാണാം, ചിലവർ നല്ല അഭിപ്രായം പറയുന്നത് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. ഈ ചിത്രം നിങ്ങൾ പോയി കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം ധനുഷ് ഒരു കാര്യം ഉറപ്പുണ്ട്, ധനുഷിൻ്റെയും നാഗാർജുനയിൽ നിന്ന് വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങൾ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.